ഹലോ ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ എന്നുള്ള വിശേഷം? സോ അതിൽ നിന്ന് നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അതൊരു വിപരീതമായി ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്. S&P 500 ആൻഡ് നാസ്ഡാക്ക് പോസിറ്റീവ്ലി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ്സ് ഇന്ന് നിലവിൽ എല്ലാ മാർക്കറ്റ്സും നെഗറ്റീവ്ലി ട്രേഡ് ചെയ്തതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ക്ലോസിംഗ് എല്ലാം നെഗറ്റീവാണ്. നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി അത് നമുക്കാണ് ഇമ്പോർട്ടന്റ് എന്ന് അറിയാം. നിലവിൽ 50 പോയിന്റ് ഡൗൺ ആണ്. മോസ്റ്റ്ലി 47 to 50 പോയിന്റ്സ് ഡൗൺ ആണ്. സോ നമുക്കും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ജാപ്പനീസ് മാർക്കറ്റ്സ് ഡൗൺ സൈഡ് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി തായ്വാൻ റേറ്റഡ് പോസിറ്റീവ് ആണ്, ഹാങ്സൺ നെഗറ്റീവ്ലി. ഓക്കെ, അപ്പൊ നമുക്ക് തന്നെ ആണെങ്കിലും ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു ഇങ്ങനെ. സോ ഇനി ടൈം ഉണ്ട്, മേ ബി ചേഞ്ച് ആവാം. ആൻഡ് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ എടുക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ പ്രൈസ് ആക്ഷൻ നിഫ്റ്റി ഫോളോ ചെയ്തു അല്ലെ. നമുക്ക് ഫസ്റ്റ് എന്തായാലും മാർക്കറ്റ് 24,000 ബ്രേക്ക് ചെയ്തു, ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടു. ബട്ട് മാർക്കറ്റ് 23,993 സോണിൽ നിന്ന് തന്നെ റിട്രീവ് ചെയ്ത് തിരിച്ചു പോകാനായിട്ട് ശ്രമിച്ചു. 5 മിനിറ്റ് ചാർട്ട് ഞാൻ കാണിക്കാം. കണ്ടില്ലേ, 5 മിനിറ്റ് ചാർട്ടിൽ നിഫ്റ്റിയുടെ പ്രൈസ് ആക്ഷൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ട്രാപ്പ് ചെയ്യുന്ന രീതിയിൽ കണ്ടില്ലേ, ഇവിടെ ഒരു നെഗറ്റീവ് പ്രഷർ, നെഗറ്റീവ് എം പാറ്റേൺ ഒക്കെ തന്ന ശേഷം ഡൗൺ സൈഡ് വന്നു. ബട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്തു. വീണ്ടും ആ ഒരു സെല്ലിംഗ് വന്ന സോണ് ടച്ച് ചെയ്തു. മാർക്കറ്റ് അവിടെ കൺസോളിഡേറ്റ് ചെയ്തു ആൻഡ് ബ്രേക്ക് ചെയ്ത് അപ് സൈഡ് പോയി. സോ അവിടെ ഒരു നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്സ് മാത്രമല്ല നോക്കേണ്ടത്, അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ സൂചിപ്പിക്കുന്നത് മാർക്കറ്റിന് അപ് സൈഡ് പോകാനുള്ള ഇന്റൻഷൻ ഉണ്ടെന്നാണ്. ആൻഡ് ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു സോണിന്റെ എബോ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ സെല്ലിംഗ് പ്രഷർ നേരിട്ട് സോണിന്റെ എബോ ക്ലോസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. 24,000 ആ ഒരു റേഞ്ചിന് എബോ ക്ലോസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇനി നേരിടാൻ പോകുന്ന സെല്ലിംഗ് പ്രഷർ നേരിടാൻ പോകുന്ന സോൺസ് എന്ന് പറയുന്നത് 24,245 ആൻഡ് 24,332. ഈ ഒരു സോൺസിനിടയിലായിരിക്കാം മാർക്കറ്റ് ഇനി ഒരു സെല്ലിംഗ് പ്രഷർ നേടാനുള്ള പോസിബിലിറ്റി. ആൻഡ് വീണ്ടും ഡൗൺ സൈഡ് വരാനാണെങ്കിൽ ഡൗൺ സൈഡ് ഇനി വരുമ്പോഴത്തേക്കും ഈ ഒരു സോണിൽ 23,970 എന്ന് പറയുന്ന ഈ സോൺസിൽ മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ലെവൽസ് എല്ലാം ഓൾറെഡി ഇന്നലെ മാർക്ക് ചെയ്തത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം, എന്തെങ്കിലും ഇതിലൊരു മാറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്റെ എന്തെങ്കിലും ലെവൽസിനെ മാറ്റുന്നുണ്ടെങ്കിൽ. അപ്പൊ ചാനലിലാരും പറയുകയാണെങ്കിൽ കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പൊ പഴയ ചാനൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ശേഷം പുതിയത് ഓപ്പൺ ചെയ്തതാണ്. ഒരുപാട് പുതിയ ആളുകൾ ഇനിയും ജോയിൻ ചെയ്യാറുണ്ട്. അപ്പം ജോയിൻ ചെയ്ത ശേഷം നമുക്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ KSM ഗൈഡ് എന്ന് പറയുന്ന എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. എന്റെ ലിങ്കിൽ കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകളെല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് സ്റ്റോക്സിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്ന ദിവസമാണ്. ഇന്ന് മാരുതി, എട്ടേണൽ, ബന്ധൻ ബാങ്ക്, ബ്രിഗേഡ് ഹോട്ടൽ, കാനറ HSBC ലൈഫ് ഇൻഷുറൻസ്, കാസ്ട്രോൾ, ഡാൽമിയ ഭാരത്, MV ഫോട്ടോവോൾട്ടേക്, ഫെഡ് ബാങ്ക്, ഗ്രീൻ പ്ലാൻ ഇൻഡസ്ട്രീസ്, GRSD, പിരമൽ ഫാർമ, REC, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ലീല പാലസ് അങ്ങനെ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. സോ ഈ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെന്റോ ട്രേഡിങ്ങോ ചെയ്യുന്നവർ സൂക്ഷിക്കുക. ഓക്കെ. അടുത്ത കോൾ ഇന്ത്യയുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 9,715 10,239. സോ വളരെ നല്ലൊരു മാർജിനിൽ മാറ്റപ്പെട്ട 8% മാർജിനിൽ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ബെറ്റർ. ഓക്കെ. ഫീനിക്സ് മിൽസും അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. 268 കോടിയിൽ നിന്ന് 403 കോടി. സോ ഫീനിക്സ് മിൽസ് നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന് അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അതാണ് ടോട്ടൽ ഗ്രോസിന് പ്രോഫിറ്റ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. റാലീസ് ആണെങ്കിൽ ലോസ് കുറച്ചു, 32 കോടിയിൽ നിന്നും 15 കോടിയിലേക്ക് ലോസ് കുറച്ചു എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു റിസൾട്ടാണ്. റവന്യൂ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. ജിൻഡാൽ സോയ്ക്ക് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് സിംഗിൾ ചെയ്തിട്ടുണ്ട്, ബട്ട് റവന്യൂ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ സിറ്റി യൂണിയൻ ബാങ്ക് ആണ്, അത് ഞങ്ങൾ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുള്ള കാര്യം. 24% ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് AU ഫിനാൻസ് ബാങ്കിനാണെങ്കിൽ 503 കോടിയിൽ നിന്ന് 833 കോടിയിലേക്ക് AU സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പം അത്യാവശ്യം നല്ല ന്യൂസുകളൊക്കെ ഉണ്ട്. പിന്നെ റെയിൽടെൽ കോർപ്പറേഷൻ ആണെങ്കിൽ ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. 145 കോടിയുടെ ഫ്രം ഈസ്റ്റേൺ കോൾഫീൽഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സോ ഒരു പ്രൊജക്ട് ഓൺ ആണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്നത്. അപ്പൊ നമുക്കറിയാം സ്റ്റോക്സ് ഒക്കെ നമുക്ക് ചാനലിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ നല്ല സ്റ്റോക്സുകൾ വരുവാണെങ്കിൽ നമുക്ക് ചാനലിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കിയ ഒരു സ്റ്റോക്കാണ് ഷിൽച്ചർ ടെക്നോളജീസ് എന്ന് പറയുന്നത്. നിങ്ങൾ അതിന്റെ മന്ത്ലി ക്യാൻഡിൽ നിങ്ങൾക്ക് നോക്കണം. ക്ലോസിംഗ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ഗ്രോത്ത്. ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റർ ആണ് ഈ കമ്പനിയിൽ. നിങ്ങൾക്ക് മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കി ഡൗൺ സൈഡ് വരുന്നത് 3,729 നിന്നും 5,911 എന്ന റേഞ്ചിലേക്ക്
അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. സോ മേ ബി ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ നന്നാറുമേന്ന് തോന്നുന്നു. ഓക്കെ, ഷിൽച്ചർ ടെക്നോളജീസ്. പിന്നെ ബാക്കി ഏതെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്നോട് പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ശിവാലിക് ബൈമെറ്റൽ എന്ന് പറഞ്ഞ കമ്പനി ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല, ജസ്റ്റ് വാച്ച് ലിസ്റ്റ് ഇട്ടേക്കായിരുന്നു. ബട്ട് നല്ല രീതിയിൽ അത് അപ്സൈഡ് പോയി. നോക്കാം, വരുന്ന ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല ട്രേഡുകൾ കിട്ടുമെന്ന് നോക്കാം. പിന്നെ റെലിഗിയർ എന്റർപ്രൈസസ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഡിമാൻഡ് ഏരിയയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്യുകയാണ്, മൂവ്മെന്റിന് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. നമുക്ക് എല്ലാം പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.